കേരളത്തിൽ ഒരു ക്രിസ്ത്യൻ സ്ഥാപനത്തിന്റെ മതിൽ തകർത്ത് അതിക്രമം നടത്തിയവർക്കെതിരെ നടപടിയെടുക്കാൻ വൈകുന്ന പോലീസ്. കളമശ്ശേരിയിലെ മാർത്തോമാ ഭവനിലാണ് ഇരുട്ടിന്റെ മറവിൽ ഒരു സംഘം ആളുകൾ ചില വ്യവസായ പ്രമുഖരുടെ ഒത്താശയോടെ മതിൽ തകർത്ത് അകത്ത് കടന്ന് അതിക്രമങ്ങളെല്ലാം നടത്തിക്കൂട്ടിയത്. പോലീസ് ഇപ്പോഴും സ്ഥലത്ത് കാവൽ നിൽക്കുന്നു. സാംസ്കാരിക നായകരുണ്ട്, അതിക്രമത്തിനെതിരെ പ്രതികരിക്കുന്നില്ല. കവിത എഴുതാൻ ആരുമില്ല. ഇതെല്ലാം ആരെ പേടിച്ചാണ്? അതോ ഇവർക്കൊക്കെ പ്രതികരിക്കണമെങ്കിൽ അങ്ങ് ഗാസയിൽ പടക്കം പൊട്ടണോ? വടക്കേ ഇന്ത്യയിൽ ക്രൈസ്തവർക്ക് നേരെ അതിക്രമങ്ങൾ നടന്നപ്പോൾ അതിനെതിരെ കവിത എഴുതി പ്രതികരിച്ചവർ, പ്രതിഷേധ സന്ധ്യകൾ നടത്തിയവർ ഇതാ നമ്മുടെ കൺമുന്നിൽ കളമശ്ശേരിയിൽ നടന്ന ഈ അതിക്രമത്തെ കണ്ടില്ല എന്ന് നടിക്കുന്നു. സിറോ മലബാർ സഭയുടെ മീഡിയ കമ്മീഷൻ ശക്തമായ ഭാഷയിലാണ് പ്രതികരിച്ചിരിക്കുന്നത്. ഇതാ കത്തോലിക്ക കോൺഗ്രസും പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുന്നു. കളമശ്ശേരി എന്താ കേരളത്തിലല്ലേ എന്നാണ് സിറോ മലബാർ സഭയുടെ മീഡിയ കമ്മീഷൻ ചോദിക്കുന്നത്. കൺമുമ്പിൽ അത്യന്തം ഗുരുതരമായ ഒരു നിയമലംഘനവും മനുഷ്യാവകാശ നിഷേധവും നടന്നുകൊണ്ടിരിക്കുന്നു. നിസ്സഹായരായ ഒരു കൂട്ടം ആശ്രമവാസികൾക്ക് നേരെയാണ് ഇരുട്ടിന്റെ മറവിൽ ആരുടെയൊക്കെയോ മൗനാനുവാദത്തോടെ നിയമ സംവിധാനത്തെ ആകെ നോക്കുകുത്തിയാക്കി നിർത്തിയിട്ട് ഈ അതിക്രമം നടത്തിയിരിക്കുന്നത്. സംഭവ സ്ഥലത്ത് പോലീസ് കാവലുണ്ടത്രേ. എന്തിന്? നിയമലംഘകരായ സംഘടിത കയ്യേറ്റക്കാർക്ക് സംരക്ഷണം കൊടുക്കാനോ? നിയമവാഴ്ചയെ വെല്ലുവിളിക്കുന്ന ഗുണ്ടാ സംഘങ്ങളിൽ നിന്നും പൗരന്റെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാൻ കഴിയുന്നില്ലെങ്കിൽ കേരളത്തിലെ നിയമവാഴ്ച നശിച്ചു എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? കോടതി വിധികൾ പോലും നടപ്പിലാക്കാൻ കഴിയാത്ത പോലീസും രാഷ്ട്രീയ നേതൃത്വവും പരിഹാസ്യമായ ഒരു കാഴ്ചയായി മാറുന്നു. വസ്തുതകളെ യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ പലരും കണ്ടിട്ടും കാണാതെ പോയ ആശ്രമം സുപ്പീരിയർ ജോർജ് പാറയ്ക്ക ORCയുടെ പത്രക്കുറിപ്പാണിത്. മാർത്തോമാ ഭവനത്തിന്റെ ഭൂമിയിൽ അതിക്രമിച്ച് കയറിയവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കാനുള്ള കാലവിളംബം പ്രതിഷേധാർഹമാണ് എന്നാണ് ജോർജ് അച്ഛന്റെ പത്രക്കുറിപ്പിലുള്ളത്. ബഹുമാനപ്പെട്ട എറണാകുളം സബ് കോടതിയുടെ 2007 ഡിഗ്രിയും പ്രൊഹിബിറ്ററി ഇഞ്ചക്ഷൻ ഓർഡറും ലംഘിച്ചുകൊണ്ട് സെപ്റ്റംബർ 4 പുലർച്ചെ 1 മണി മുതൽ 4 മണി വരെയുള്ള സമയത്ത് ഇരുട്ടിന്റെ മറവിൽ 70ഓളം പേർ ആസൂത്രിതമായി കളമശ്ശേരി മാർത്തോമാ ഭവന്റെ കൈവശമുള്ള ഭൂമിയിൽ അതിക്രമിച്ച് കയറുകയും നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തു. ഭൂമിയെ സംബന്ധിച്ച തർക്കം കോടതിയുടെ പരിഗണനയിലായതിനാലും ഭൂമിയുടെ പേരുള്ള മാർത്തോമാ ഭവന്റെ കൈവശ അവകാശം ബഹുമാനപ്പെട്ട കോടതി അംഗീകരിച്ചിട്ടുള്ളതാണ് എന്നതിനാലും നിയമപരമായ പൂർണ്ണ പിന്തുണ പോലീസ് നൽകുമെന്നും പരിഹാരമുണ്ടാക്കുമെന്നും മാർത്തോമാ ഭവനം അധികൃതർ പ്രതീക്ഷിച്ചിരുന്നു. എങ്കിലും കുറ്റവാളികൾക്കെതിരെ നടപടി സ്വീകരിക്കുന്നതിൽ പോലീസിന്റെ നിഷ്ക്രിയത്വം തുടരുകയാണ്. 1982 മാർത്തോമാ ഭവനം അധികൃതർക്ക് സ്ഥലം കൈമാറിയ ആദ്യ ഉടമസ്ഥന്റെ മക്കൾ 2010 വസ്തുതകൾക്ക് നിരക്കാത്ത വാദങ്ങളുമായി മറ്റൊരു പാർട്ടിക്ക് അതേ സ്ഥലം വിൽപ്പന നടത്തുകയാണ് ഉണ്ടായത്. സ്ഥലത്തിന്റെ യഥാർത്ഥ ഉടമസ്ഥർ മാർത്തോമാ ഭവനം തന്നെ എന്ന് എറണാകുളം സബ് കോടതി ഡിഗ്രിയിലൂടെ അംഗീകരിച്ചിട്ടുള്ളതും മറ്റ് പാർട്ടിക്കോ അവരുടെ പേരിൽ മറ്റാർക്കെങ്കിലുമോ പ്രസ്തുത ഭൂമിയിൽ പ്രവേശിക്കാൻ പാടുള്ളതല്ല എന്ന പ്രൊഹിബിറ്ററി ഇഞ്ചക്ഷൻ ഓർഡർ പുറപ്പെടുവിച്ചിട്ടുള്ളതുമാണ്. ആ വിലക്ക് ലംഘിച്ചുകൊണ്ട് സ്ഥലത്ത് അതിക്രമിച്ച് കയറിയവർ 45 വർഷമായുള്ള 7 അടി ഉയരവും 100 മീറ്ററോളം നീളവുമുള്ള ദൈവവചനം എഴുതിയ മതിലും ഗേറ്റും ജലവിതരണത്തിലുള്ള പൈപ്പുകളും CCTV ക്യാമറകളും തകർക്കുകയും 10ഓളം സന്യാസിനിമാർ താമസിക്കുന്ന കോൺവെന്റിലേക്കുള്ള വഴി തടസ്സപ്പെടുത്തുകയും കോൺക്രീറ്റ് നിർമ്മിതികൾ അവിടെ സ്ഥാപിക്കുകയും ചെയ്തതിന് പുറമെ ആശ്രമ അന്തേവാസികളെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു. സഞ്ചാര സ്വാതന്ത്ര്യം പോലും നിഷേധിച്ചുകൊണ്ടുള്ള മനുഷ്യാവകാശങ്ങളുടെ നഗ്നമായ ലംഘനമാണ് കയ്യേറ്റക്കാരുടെ ചെയ്തികൾ. പിന്നീടുള്ള ദിവസങ്ങളിൽ അവർ കെട്ടിട നിർമ്മാണം സംബന്ധിച്ച ബോർഡ് സ്ഥാപിക്കുകയും നിർമ്മാണ സാമഗ്രികൾ ഇറക്കുകയും ചെയ്തിരിക്കുന്നു. ഇപ്പോഴും ഇപ്രകാരമുള്ള നിയമവിരുദ്ധമായ പ്രവർത്തികൾ നടന്നു വരുന്നുണ്ട്. എങ്കിലും സുരക്ഷയ്ക്കായി അവിടെ ക്യാമ്പ് ചെയ്തിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥർ ഇടപെടുകയോ കയ്യേറ്റക്കാരെ തടയുകയോ ചെയ്യുന്നില്ല. പോലീസ് മേലുദ്യോഗസ്ഥരും നിഷ്ക്രിയരായി തുടരുന്നു. നഗ്നമായ ഈ നിയമലംഘനത്തിനെതിരെ യുക്തമായ നടപടികൾ സ്വീകരിക്കാനും അതിക്രമിച്ച് കയറിയവരെ പുറത്താക്കാനും ആസൂത്രിതവും സംഘടിതവുമായി ഈ കുറ്റകൃത്യത്തിന് പിന്നിലുള്ളവരെ അറസ്റ്റ് ചെയ്യാനും പോലീസ് തയ്യാറാവണം. പരിഹാരം കണ്ടെത്താൻ ആവശ്യമായ ക്രിയാത്മകമായ ഇടപെടലുകൾ ജനപ്രതിനിധികളും നടത്തണം. പ്രദേശത്തെ സാമൂഹിക ഐക്യത്തിന് വിഘാതമാവാത്ത തരത്തിൽ പ്രശ്നം പരിഹരിക്കാനാണ് ഇത്രയും ഗുരുതരമായ അതിക്രമം നടന്നിട്ടും ക്രൈസ്തവ സമൂഹം പരസ്യമായ പ്രതികരണത്തിനോ പ്രതിഷേധത്തിനോ മുതിരാത്തത്. ഇനിയും നിഷ്ക്രിയത്വം തുടരാനാണ് അധികാരികളുടെയും ജനപ്രതിനിധികളുടെയും മനോഭാവം എങ്കിൽ നീതി ലക്ഷ്യമാക്കിയുള്ള എല്ലാത്തരം നിയമ പ്രതിഷേധ നടപടികളിലേക്കും നീങ്ങാൻ ക്രൈസ്തവ സമൂഹം നിർബന്ധിതരായി തീരും.